ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. ഇന്ന് ഞാൻ മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് ഫയർസിൻ്റെ വെബ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ മാർക്കറ്റ് ഡെപ്ത് കിട്ടും. അപ്പോൾ 50 മാർക്കറ്റ് ഡെപ്താണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഉള്ള പ്രൈസ് ലെവൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ ലൈവ് മാർക്കറ്റിൽ വളരെ സ്പീഡിലാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക നമുക്ക് നോക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഏത് ഡാറ്റയാണ്, അതായത് ഏത് സ്ട്രൈക്കാണ് വേണ്ടത് അതിവിടെ നമുക്ക് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അറ്റ് ദ മണിയിലുള്ള കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സ്ട്രൈക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ എടുക്കാം. ഇപ്പോൾ നിഫ്റ്റി ഇപ്പോൾ 23,550 ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നമുക്കതിൻ്റെ സ്ട്രൈക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യണം. ഈ ഫോർമാറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ NSE പിന്നെ ഇത് പേസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ ഇവിടെയും NSE. ഓക്കെ, നമുക്കിവിടെ സിമ്പിൾ 1ഉം സിമ്പിൾ 2 ഉണ്ട്. അപ്പോൾ സിമ്പിൾ 1 എന്ന് പറഞ്ഞാൽ സിയും സിമ്പിൾ 2 PU ആണ്. അപ്പോൾ ഇവിടെ മാക്സിമം ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര മാക്സിമം ക്വാണ്ടിറ്റി ഏത് പ്രൈസിനാണ് ആ ഓർഡർ കിടക്കുന്നത്, ഇതും സെൽ ക്വാണ്ടിറ്റി ഏത് പ്രൈസിനാണ് ഓർഡർ കിടക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് മൂവ്മെൻറ്റ് വരുന്നത്. ഇത് പുട്ട് സൈഡിൽ ആ ഒരു ലെവലിൽ തന്നെയാണ്. ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 9:14 ടൈം. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ക്വാണ്ടിറ്റി, ആ ഒരു പ്രൈസ് കണ്ടോ. അപ്പോൾ ഇത് എപ്പോഴാണ് ഹയസ്റ്റ് ക്വാണ്ടിറ്റി, ഒരു 10,000 മുകളിലൊക്കെ വരുന്നത് അപ്പോൾ മാത്രമാണ് ഞാൻ ജസ്റ്റ് വാച്ച് ചെയ്യാറുള്ളൂ. ജസ്റ്റ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ സൈഡിൽ 13,260 ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് സെൽ സൈഡിൽ. ഓക്കെ, നമുക്ക് എല്ലാ സൈഡിലും നല്ല രീതിയിൽ ക്വാണ്ടിറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 10,000 കടന്നിട്ടുണ്ട്. സെൽ ക്വാണ്ടിറ്റി ഇപ്പോഴും 10,000 ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെയും ബൈ ക്വാണ്ടിറ്റി 10,000 ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ 10,000 ക്രോസ് ചെയ്തിട്ടുണ്ട് എല്ലാ സ്ട്രൈക്കുകളും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമ്മുടെ ചാർട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 23,550 ചാർട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കിട്ടുന്നതാണ്. 5 മിനിറ്റ് ചാർട്ട് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആ ക്വാണ്ടിറ്റി നടന്നിരിക്കുന്നത്. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സെൽ ക്വാണ്ടിറ്റി നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സപ്പോർട്ടും ഇത് റെസിസ്റ്റൻസും ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പി സൈഡ് നോക്കാം. പി സൈഡിൽ ഉണ്ടോ ഏകദേശം ആ ഒരു ലെവലിന് താഴെയാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ബൈ ക്വാണ്ടിറ്റിയും സെൽ ക്വാണ്ടിറ്റിയും ഈ ഒരു റേഞ്ചിലായിരുന്നു. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് മാർക്കിൻ്റെ ഒരു ഡയറക്ഷൻ അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇതിൽ പോലെ നോക്കുകയാണെങ്കിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഏത് സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് പ്ലേസ് ആയി പോയിട്ടുണ്ടെന്ന്. കണ്ടോ, വളരെ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. അത് ഓരോ സെക്കൻഡിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അറൗണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഓൾറെഡി ഇത് റെക്കോർഡ് ചെയ്യും. മാക്സിമം ക്വാണ്ടിറ്റി വന്നിരിക്കുന്നത് ഏത് പ്രൈസിനാണ്, എത്ര ക്വാണ്ടിറ്റിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. ഇനി ഇവിടെ തൊട്ട് താഴെ നമുക്കിവിടെ കാണാൻ സാധിക്കും നിലവിൽ ഇപ്പോൾ ലൈവായിട്ട് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് നടക്കുന്നത് എവിടെയാണെന്ന്. ഇവിടെ ഹയസ്റ്റ് ഓർഡേഴ്സ് വന്നത് കാണിക്കും. ഇവിടെ ലൈവായിട്ട് ഹയസ്റ്റ് ഓർഡേഴ്സ് കിടക്കുന്ന സ്ട്രൈക്കും പ്രൈസും കാണിക്കുന്നതാണ് ഈ ഒരു ഏരിയയിൽ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമുക്കിത് നോക്കിയാൽ മതി. ഇപ്പോൾ കോൾ ഓപ്ഷൻ ആണെങ്കിൽ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. പുട്ട് ഓപ്ഷൻ ആ ഒരു ലെവലിൽ തന്നെയാണ് ട്രേഡ് നടക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കാമെങ്കിൽ കോൾ ഓപ്ഷൻ്റെ കേസാണെങ്കിൽ ബൈ ക്വാണ്ടിറ്റിയിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 26,520 ഓർഡർ വന്നിട്ടുള്ളത് 190 റേഞ്ചിലാണ്. ഇവിടെ നമുക്ക് 1,48,70 വന്നിട്ടുണ്ട് 235 റേഞ്ചിൽ. അപ്പോൾ 235 ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും. അങ്ങനെ 1,00,000 മുകളിൽ ഒരു ഓർഡർ വന്നുള്ള കാരണം. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ചാർട്ട് നോക്കാം. ഓക്കെ, ആ ഒരു റെസിസ്റ്റൻസ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഇനി പുട്ട് ഓപ്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ 32,240 170 നടന്നിട്ടുള്ളത് ക്വാണ്ടിറ്റി, മാക്സിമം ഓർഡർ ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത്. സെൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ 51,545 വന്നിരിക്കുന്നത് 184 അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏതെങ്കിലും ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകണം എന്നാൽ മാത്രമാണ് നമുക്കിവിടെ എൻട്രി വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഈ റെസിസ്റ്റൻസിൻ്റെയും സപ്പോർട്ടിൻ്റെ ഉള്ളിലാണ്. ഇവിടെയാണെങ്കിലും ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ട്രേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി വാച്ച് ചെയ്യണം. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു 235 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്
അതുപോലെ 200 സപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ അതിനുള്ളിൽ ട്രേഡ് അടക്കമാണ്. ഇനി നമുക്ക് പിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ പി ആ ഒരു റെസിസ്റ്റൻസ് അതായത് 184 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമോ നോക്കാം. ഇപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും സി ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, ഒരു ഡൗൺ ട്രെൻഡാണ്. പി നോക്കുകയാണെങ്കിൽ ഓക്കെ നമ്മുടെ ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പി ഇപ്പോൾ ബൈ സൈഡ് വേണമെങ്കിൽ പോകാവുന്നതാണ്. പി നല്ല രീതിയിൽ അപ്പ് സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ 203 അതിൽ 184 മാക്സിമം ആ സെല്ല് വന്നിരിക്കുന്നത്. അപ്പോൾ അത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ മുതൽ ഇനി 184 റേഞ്ച് വരെ ബൈ ഏരിയ ആണ്. ഓക്കെ, പുതിയ ലെവലൊന്നും വന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതുവരെ വന്നതിൽ നിലവിൽ ഏറ്റവും കൂടുതൽ സെൽ ഓർഡർ വന്നിട്ടുള്ളത് 184 അത് നല്ല രീതിയിലൂടെ ബ്രേക്ക് ഔട്ട് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ മനസ്സിലായി നല്ല രീതിയിൽ ബുള്ളിഷാണെന്ന്. ഇനി സിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 1,00,000 മുകളിൽ ഓർഡർ 235 അപ്പോൾ അത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഈ മാർക്കറ്റ് 235 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഇനി സിയിലൊരു ബുള്ളിഷ് ട്രെൻഡ് വരത്തുള്ളൂ. അതുപോലെ തന്നെ സപ്പോർട്ട് വന്നിരിക്കുന്നത് 200 അതിവിടെ നല്ല രീതിയിൽ താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ ലെവൽസ് വരണം. അതല്ലെങ്കിൽ ഈ ലെവൽസ് വഴിയാണെങ്കിൽ നമുക്കിപ്പോൾ ബുള്ളിഷ് ട്രെൻഡാണ്. പി നല്ല രീതിയിൽ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഇപ്പോൾ പിയുടെ സെൽ ക്വാണ്ടിറ്റിയുടെ ലെവൽസ് മാറിയിട്ടുണ്ട്. 215 ആയിട്ടുണ്ട്. 60,060 ഓർഡർ വന്നിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് 226 നമ്മൾ 203 കണ്ടിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ 227 ആയിട്ടുണ്ട്. 20 പോയിൻറ്റ് മുകളിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത് 215 ലെവലാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ട്രേഡ് നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബുള്ളിഷ് തന്നെയാണ്. നമ്മൾ സിയുടെ നോക്കുകയാണെങ്കിൽ കണ്ടോ നമ്മുടെ ആ 200 ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഓർഡർ ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പുതിയൊരു ഹൈ എടുത്ത് പോവുകയാണ്. ഇനിയിപ്പോൾ ഇനി ഒരു ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിലെ ഹൈ ഒരു റെസിസ്റ്റൻസ് ആണ്. അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. മാക്സിമം സെൽ ക്വാണ്ടിറ്റി ലെവൽ മാറിയിട്ടില്ല. ഇപ്പോൾ പുതിയ ക്വാണ്ടിറ്റി ലെവൽസ് വരുന്നവരെ ഇതാണ് ഇപ്പോൾ സ്ട്രോങ് സപ്പോർട്ടായി നിൽക്കുന്നത്. ഇനി വെബിലെ മാർക്കറ്റ് ഡെപ്ത് നമുക്ക് നോക്കാം. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാരണം തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാനായിട്ട്. ഏത് പ്രൈസിലാണ് ഹയസ്റ്റ് ക്വാണ്ടിറ്റി ബൈയും സെല്ലും വന്നിട്ടുള്ളത് നമുക്കറിയാൻ ബുദ്ധിമുട്ടാണ്. കണ്ടോ പുതിയൊരു ഹൈ എടുത്ത് പോവാണ്. 233 30 പോയിൻ്റാണ് നമ്മുടെ ആ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സമയം 10:55 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നോക്കാം. ഇപ്പോൾ കോൾ ഓപ്ഷൻ്റെ കേസ് ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു സപ്പോർട്ടോടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ താഴേക്ക് വരാനാണ് ചെയ്തിരിക്കുന്നത്. കേട്ടോ വീണ്ടും തിരിച്ചു കയറാൻ ശ്രമിച്ചു. പക്ഷേ ആ ഒരു മാക്സിമം ബൈ ക്വാണ്ടിറ്റി അത് റെസിസ്റ്റൻസ് ആയി നിൽക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്തില്ല, താഴേക്കാണ് ചെയ്യുന്നത്. ഈ പുട്ട് ഓപ്ഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 203 നമുക്ക് ആ ഒരു ബൈ എൻട്രി വന്നത്. മാർക്കറ്റ് ഇപ്പോൾ 260 വരെ പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 50 പോയിൻറ്റിൽ മൂവ്മെൻറ്റ് 50 പോയിൻറ്റ്സിൽ കൂടുതൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബൈ ക്വാണ്ടിറ്റി നിൽക്കുന്നത് കാണിച്ചിരിക്കുന്നത് 255 അപ്പോൾ അത് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നതാണ് അവിടെ ടച്ച് താഴേക്ക് വരുന്നത്. അതുപോലെ സെൽ ക്വാണ്ടിറ്റി 215 നിൽക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഇതിനുള്ളിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് 5 yearsൽ വെബ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലുണ്ടെങ്കിൽ അതിൽ നമുക്കിവിടെ ഓർഡർ ബുക്ക് കിട്ടും. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ടോപ്പ് 5 കിട്ടാറ്. പക്ഷേ 5 yearsൽ ടോപ്പ് 50 കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഏത് പ്രൈസിലാണ് വന്നതെന്ന് നമുക്ക് ഇതേപോലെ മാനുവലായിട്ട് ചെക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും, പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ. പക്ഷേ ഇവിടെ നമുക്കത് റെക്കോർഡ് ചെയ്ത് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കതുപോലെ
ഈ ചാർട്ടിൽ ആ ലെവൽസ് മാർക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ലെവൽസൊക്കെ പ്രൊവൈഡ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.